പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹാവന്ദനങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിക്കുന്ന വീരനാ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അതെ, നമുക്കൊരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 11 വചനം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ദൈവമായ കർത്താവ് ബലവാനും യുദ്ധവീരനുമായ ദൈവം. ഭൂമിയിലെ സകല ബലത്തെക്കാളും നമുക്ക് ബലമേറിയത്, ബലവാന്യ ശക്തികൾ എന്ന് തോന്നുന്ന സകലത്തെക്കാളും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ബലവാനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ശക്തി, ബലം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ആ ദൈവം യാക്കോബിനെ വീണ്ടെടുത്തത് മാത്രമല്ല, അവനേക്കാൾ ബലവാന്യ ശക്തികൾ, ബലവാനായ ശത്രു ശക്തികളുടെ കയ്യിൽ യാക്കോബ് അകപ്പെട്ടപ്പോൾ, സ്തോത്രം, അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അതേ, കഴിഞ്ഞ കാലങ്ങളിൽ നാം നോക്കുമ്പോൾ പല ബലവാന്യ ശക്തികൾ നമ്മെ അകപ്പെടുത്തി നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട സ്ഥാനത്ത് ബലവാനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ചത്, നമ്മെ വിടുവിച്ചത് നാം ഓർക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നാം ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് നാം ശേഷിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കുന്നു. കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. നാം പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. എന്നാൽ ദൈവമോ, സ്തോത്രം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകി, സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ഏത് വിധമായ ബലവാന്യ ശക്തികളാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെതിരായി, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെതിരായി, നമ്മുടെ ഫാമിലി ലൈഫിന് വിരോധമായി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിന് വിരോധമായി, ആമേൻ, സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ ജോലി മേഖലകൾ, വിദ്യാഭ്യാസം, ബിസിനസ്, ഏത് കാര്യങ്ങളും, മിനിസ്ട്രി ലൈഫ്, എല്ലാത്തിലും ബലവാന്യ ശക്തികൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ രക്ഷിച്ച ദൈവം നമ്മെയും രക്ഷിക്കും, നമ്മെയും വിടുവിക്കും. സ്തോത്രം. നമ്മുടെ സ്വന്തം ബലത്താൽ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, മാനുഷിക ബലത്താൽ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, മാനുഷികമായി നാം എത്ര ശ്രമിച്ചിട്ടും സൗഖ്യമാകാത്ത ബലവാനായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില രോഗങ്ങൾ, മാനുഷികമായ ബുദ്ധി കൊണ്ട് എത്ര പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ ചില ബലവാനായി നിൽക്കുന്ന ചില തടസ്സങ്ങൾ, മാറിപ്പോകാത്ത ചില പ്രശ്നങ്ങൾ, സ്തോത്രം, ഇന്ന് പകൽക്കാലം അതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കും, നമ്മുടെ തലമുറകളെ രക്ഷിക്കും, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് രക്ഷിക്കും. നിശ്ചയമായി ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുത്തി നമ്മെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. നാം എല്ലാവരും, സ്തോത്രം, ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒന്നാമത് യാക്കോബിനെ വീണ്ടെടുക്കുന്നു. രണ്ടാമത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത 2 വചനങ്ങളിൽ നാം വായിക്കുന്നു, അവർ യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. സ്തോത്രം. വീണ്ടും അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും. അവർ ഇനി ക്ഷീണിച്ചു പോകുകയില്ല. അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. സ്തോത്രം. ഇന്ന് ചില നന്മയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം. നമ്മുടെ പ്രാണൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. തളർന്നു പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം. ചില ദുഃഖങ്ങൾ, ചില സങ്കടങ്ങൾ സ്തോത്രം നമ്മെ വ്യസനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒന്നാമത് കർത്താവ് നമ്മെ വീണ്ടെടുക്കും. ബലവാനായവന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അതേ തുടർന്ന് ഇതുവരെയും പ്രാപിക്കാത്ത, ഇതുവരെയും അനുഭവിക്കാത്ത ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയിലേക്ക് ഓടിക്കയറുവാൻ
കർത്താവ് നമ്മെ സഹായിക്കും. അവൻ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടും. സങ്കടങ്ങൾ പോക്കി ദുഃഖങ്ങൾ മാറ്റി നമ്മെ ആശ്വസിപ്പിച്ച് കർത്താവ് നമ്മെ സന്തോഷിപ്പിച്ച് നമ്മെ ജയത്തോടെ നടത്തുവാൻ സർവശക്തനാണ്. ഈ നാളുകളിൽ ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളാൽ യഹോവയുടെ കൈക്കലെ ആടുകളാൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് നമ്മെ കർത്താവ് രക്ഷിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക പദ്ധതികൾ, ദൈവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ കർത്താവ് പൂർണ്ണമായി നിവർത്തീകരിച്ച് നമ്മെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആമേൻ സ്തോത്രം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച ആമേൻ സ്തോത്രം, ആമേൻ പാപത്തിന്റെ ശാപത്തിന്റെ ശക്തികളിൽ നിന്ന്, ആ ബലവാന്യ ശക്തികളിൽ നിന്ന് രക്ഷ പ്രാപിച്ച കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളെ വീണ്ടെടുത്ത് യേശുവെ ബലവാനായവന്റെ കയ്യിൽ നിന്ന്, ഞങ്ങളെക്കാൾ കർത്താവെ ശക്തിയേറിയ പ്രതിസന്ധികളിൽ നിന്ന്, കർത്താവ് ഞങ്ങൾക്ക് ധരണം ചെയ്യുവാൻ കഴിയാത്ത, ഓവർകം ചെയ്യുവാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് കർത്താവെ അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് വീണ്ടും ജയത്തോടെ വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം. അതിനായി പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഹിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥനകൾക്കിടം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.